ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിറിയംസ് വേൾഡ്. ഇന്നത്തെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ, ഒരു ചെറിയ സ്വർഗ്ഗക്കോഴി റെസിപ്പിയാണേ. നമുക്ക് കണ്ടാലോ? നമ്മളിവിടെ ആദ്യം നാരങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഒരെണ്ണം, ഒരു ക്യാപ്സിക്കം, 3 സവാള, സോക്ക് ചെയ്ത കാഷ്യൂ, ബ്ലാക്ക് പെപ്പർ. ഇത്രയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഞാനിവിടെ 1 മണിക്കൂർ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ അതിന് വേണ്ടി എടുത്തേക്കുന്നത് ഉരുളിപ്പാത്രമാണ്. ഇതിലോട്ട് അരമുറി ഭാഗം ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നാരങ്ങനീര്, ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ചൂടായ ബട്ടറിലോട്ട് ഈ ചിക്കൻ ഇടാൻ പോകുന്നത്. നമുക്ക് ഈ ചിക്കൻ ചൂടായ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടി 15 മിനിറ്റാണ് വേണ്ടത്. നമ്മളപ്പോൾ ഇതിന് അനുയോജ്യമായ ചട്ടിയിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സൈഡ് ഫ്രൈ ആക്കാൻ വേണ്ടി ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ചിക്കൻ കയ്യിൽ നിന്ന് താഴെ വീണ് പോരുതേ. നമുക്ക് മൊരിഞ്ഞ ഭാഗം തിരിച്ചിടാം കേട്ടോ. ദേ അടുത്ത ഭാഗത്ത് നമുക്ക് ഇനി ബട്ടറിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. നേരത്തെ മൊരിഞ്ഞ ഭാഗം നോക്കി നല്ല ക്രിസ്പിനെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗവും ഇനി 15 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിവിടെ 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അടുത്ത സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ചിക്കൻ സെർവ് ചെയ്ത് മാറ്റിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി ബട്ടർ ആ പാനിൽ തന്നെ നമുക്ക് സവാള നല്ലോണം ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ലോണം വഴറ്റിയെടുത്താലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിനി സവാള നല്ലോണം വഴറ്റിയെടുക്കാം. വാടി വന്ന സവാളയിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം മിക്സായി നമുക്ക് ഇതിലോട്ട് മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യണം. സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് ഇടുന്നത്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ഇതിലിടുന്നത് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിനി തക്കാളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്ത് നല്ലോണം മസാല സെറ്റ് ആക്കണം കേട്ടോ.
അപ്പം നമ്മുടെ മസാല ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനിലോട്ട് നല്ലോണം മസാല പൊത്തി വെക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല നമുക്ക് കവർ ചെയ്തിരിക്കണം. നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുത്തും നമുക്ക് മസാല വെക്കാം. കുറച്ച് നേരം മസാലയിൽ തന്നെ പൊതിഞ്ഞ് ചിക്കൻ വെക്കണം. നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചേക്കണം. ഈ ചിക്കനിലോട്ട് കാഷ്യൂവിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കണം. എന്നാലേ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിതിങ്ങനെ ഒരു 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സ്വാദിഷ്ടമായ സ്വർഗ്ഗക്കോഴി ഇവിടെ റെഡിയാവുന്നതാണ്.